നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് എടുത്ത് നിൽക്കുകയാണ് ആദ്യ ഇന്നിങ്സിൽ. അതായത് ഇംഗ്ലണ്ടിന്റെ 387 റൺസിന് മറുപടിയായിട്ട് ഇന്ത്യ തങ്ങളുടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിലവിൽ 242 റൺസ് പുറകിലാണ്. നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി എന്നുള്ളതാണ്. പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം റെഡിയായി, അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ക്രീസിൽ KL രാഹുൽ 53 റൺസുമായിട്ട് നിൽക്കുന്നു. പന്ത് 19 റൺസുമായിട്ടാണ് ക്രീസിലുള്ളത്. കരുൺ നായർക്ക് കഴിഞ്ഞ ഇന്നിങ്സുകളിലൊക്കെ പോലെ തന്നെ, കഴിഞ്ഞ ടെസ്റ്റിലൊക്കെ പോലെ തന്നെ സ്റ്റാർട്ട് ലഭിച്ചു. പക്ഷേ ഒരു ബിഗ് സ്കോറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. 62 പന്തുകളിൽ നിന്ന് 4 ഫോറുകളുടെ സഹായത്തോടെ 40 റൺസാണ് അദ്ദേഹം എടുത്തത്. ബെൻ സ്റ്റോക്സിന്റെ പന്തിൽ ജോ റൂട്ട് പിടിച്ചാണ് പുറത്തായത്. ആ ക്യാച്ചിനെ പറ്റി എടുത്തു പറയണം. ആ ക്യാച്ച് മികച്ച ക്യാച്ചാണ്. അതോടുകൂടി റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ എടുക്കുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ്. രാഹുൽ ദ്രാവിഡിനെയാണ് അദ്ദേഹം അക്കാര്യത്തിൽ മറികടന്നിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡിന്റെ പേരിൽ 210 ക്യാച്ചുകളാണ് ടെസ്റ്റിലുള്ളതെങ്കിൽ ജോ റൂട്ട് ഇപ്പോൾ 211 ക്യാച്ചുകളായി അവിടെ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് 13 റൺസ് എത്തിയപ്പോഴേക്കും യശസ്വി ജയ്സ്വാൾ മടങ്ങി. ജോഫ്രെ ആർച്ചർ വിക്കറ്റ് എടുത്തു. അദ്ദേഹത്തിൻ്റെ ആഘോഷം, ആ തിരിച്ചുവരവിൽ വിക്കറ്റ് എടുത്തതിൻ്റെ ആഘോഷം കൃത്യമായിട്ട് കാണാമായിരുന്നു. 8 പന്തിൽ നിന്ന് 13 റൺസാണ് അദ്ദേഹം നേടിയത്. കരുൺ നായർ 40 റൺസ് എടുത്ത് മടങ്ങി. പിന്നെ നമുക്ക് നഷ്ടപ്പെട്ട വിക്കറ്റ് ശുഭ്മൻ ഗില്ലിൻ്റെതാണ്. ക്രിസ് ഫോക്സിൻ്റെ പന്തിൽ ജെയ്മി സ്മിത്ത് പിടിച്ച് പുറത്താക്കുമ്പോൾ 44 പന്തുകൾ നേരിട്ട ഗില്ല് 16 റൺസാണ് എടുത്തിരുന്നത്. എന്തായാലും ഇന്ത്യയുടെ മുന്നിൽ ഒരു ബിഗ് ടാസ്ക് ആണുള്ളത്. മൂന്നാം ദിവസത്തെ ആദ്യ സെഷനിൽ വിക്കറ്റുകൾ അധികം നഷ്ടമാവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിലാണ് 242 എന്നുള്ള കടം നമുക്ക് വീട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ 145 റൺസിന് 3 വിക്കറ്റുമായിട്ട് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കും. എന്തായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അവരെ 387 ഓൾ ഔട്ട് ആക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ജസ്പ്രീത് ബുംറയാണ്. അദ്ദേഹം 5 നേടി. 27 ഓവറുകളിൽ 74 റൺസിന് അദ്ദേഹം 5 വിക്കറ്റ് എടുത്തപ്പോൾ സിറാജും നിതീഷ് കുമാർ റെഡ്ഡിയും 2 വിക്കറ്റ് വീഴ്ത്തി. ജഡേജ 1 വിക്കറ്റാണ് എടുത്തത്. ഇംഗ്ലണ്ടിന് വേണ്ടി അവരുടെ ഇന്നിങ്സിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജോ റൂട്ടിൻ്റെ 104 റൺസ് തന്നെയാണ്. പിന്നെ ജെയ്മി സ്മിത്തും അതുപോലെ ബ്രൈഡൻ കാർഡ്സും 6 സെഞ്ചുറികൾ നേടി. സ്മിത്ത് 51 റൺസും കാർഡ്സ് 56 റൺസുമാണ് എടുത്തത്. നായകൻ ബെൻ സ്റ്റോക്സ് 44 റൺസ് അടിച്ചു. അവരുടെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മളവരുടെ ഇന്നിങ്സ് അവസാനിച്ച ഘട്ടത്തിൽ തന്നെ വിശദമായി വീഡിയോ ചെയ്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. എന്തായാലും ഇന്ത്യ ഇപ്പോൾ 145 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലാണുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.